ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഹളറത്തിൽ നമ്മൾ ഈ പറയുന്ന ചെയ്യുന്ന ദുആ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും സവാബ് എത്തിക്കുകയും അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ അറിവിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അമല് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിൻ്റെ പ്രതികരണം എന്നത് നമ്മൾ ഓരോരുത്തരും ബോധ്യമായിരിക്കേണ്ട ഒരു സത്യമാണ്. റബ്ബ് പ്രതികരിക്കുമെന്നത് ഉറപ്പാണ്, സത്യമാണ്. അല്ലാഹുവിൻ്റെ പ്രതികരണം അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. ഇതേക്കുറിച്ചുള്ളൊരു ബോധം ആത്മീയ തലത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ ദീൻ ഫലിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനമായ അടയാളമായി കാണപ്പെടേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ മനോഹരമായ ആയത്തുകൾ ഇത് പറയുന്നുണ്ട്. അള്ളാഹുവിനെ ബോധ്യപ്പെടുക എന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹിനെ ബോധ്യപ്പെടുമ്പോഴാണ് ഈമാനിന്റെ പരിപൂർണത വരാം. അള്ളാഹിനെ ബോധ്യപ്പെടണം. മനസ്സിലിങ്ങനെ അള്ളണ്ടെന്നൊരു തോന്നല്, ഇത് അള്ളാഹിന്റെ പണിയാണ് എന്നൊരു തോന്നല്, ഇത് അള്ളാഹുവിനെ ബോധ്യപ്പെടല. ഈ ബോധ്യപ്പെടൽ ഉണ്ടാവുമ്പോഴാണ് ഈമാൻ പരിപൂർണമാവുക. യഥാർത്ഥത്തിൽ ഈ ബോധ്യപ്പെടലും റബ്ബിന്റെ പ്രതികരണത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയലുമൊക്കെ തൗഹീദിന്റെ എക്കാലത്തെയും പ്രബോധകർ അതിനു വേണ്ടിയിട്ട് സംവാദങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടെന്നതാണ്. ഇലാഹ് പ്രതികരണമുള്ളവനാവണം. അല്ല എന്ന് പറഞ്ഞാൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണ ശേഷിയുള്ളവനാവണം. അങ്ങനെ വന്നോടത്താണ് ബഹുദൈവ ആരാധനകളെയും മറ്റു പൂജകളെയും ആരാധ്യ വസ്തുക്കളെയും നിഷേധിക്കപ്പെടാനുള്ള ന്യായം മനുഷ്യന്റെ മുന്നിലുള്ളത്. തൗഹീദിന്റെ എക്കാലത്തെയും പ്രഗത്ഭരായ പ്രബോധകർ ഇതിനു വേണ്ടി സംവാദം നടത്തി. ഒരുപാട് ഉദാഹരണം ചരിത്രത്തിൽ കാണാനുണ്ട്. ഒരെണ്ണം പറയാം. ഇന്നത്തെ ഇറ്റലി, അവിടെ ഒരു പട്ടണമുണ്ട്, അന്താക്കിയ എന്ന പട്ടണം, അല്ലെങ്കിൽ അന്താക്കിയ നാട്. ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഇറ്റലി, ആ ഇറ്റലിയിലാണ് ഈ സംഭവം. അവിടേക്ക് ദഅവത്തിന് പോയിരുന്നു മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഹാബികളായ മഹാനായ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, മഹാനായ മസ്ദൂഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ നേരത്ത് അവരോട് ആ നാട്ടുകാർ കാണിച്ച പ്രതികരണം അവരെ കൊല്ലണം എന്നാ. അവരെ കൊല്ലാൻ തീരുമാനിച്ച നേരത്തെ വിശ്വാസിയായ ഈ രണ്ട് സ്വഹാബികളെ കൊണ്ട് മൂമിനായ, വരുന്ന വഴിയിൽ തന്നെ, ഇവരെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് തന്നെ മൂമിനായ ഒരു വൃദ്ധൻ, ഒരു കർഷകൻ, ഈ സ്വഹാബികളെ നാട്ടുകാർ കൊല്ലാൻ വിധിച്ച വിവരം അറിഞ്ഞു. അവർ വരുന്ന വഴിയിൽ ഇദ്ദേഹം അവരെ കൊണ്ട് മുസ്ലിമായ ആളാണ്. ആ മഹാന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ എന്ന്, ആ വൃദ്ധന്റെ പേര്. ഈ സ്വഹാബികളെ കൊല്ലുന്ന വിവരം അറിഞ്ഞ് അദ്ദേഹം ഓടി വരുന്ന ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ഈ കഥയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സൂറത്ത് യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നത് തൗഹീദിന് വേണ്ടിയുള്ള സംവാദമാണ്. അല്ലെങ്കിൽ ആ ചരിത്ര ഭാഗം ഖുർആൻ പരാമർശിക്കുന്നത് തൗഹീദിന്റെ സംവാദമാണ്. ഈസാ നബിയുടെ ഈ സ്വഹാബികളെ കൊല്ലാൻ പോയത് അള്ളാഹു പ്രതികരണ ശേഷി ഉള്ളവനാണെന്ന് പറയാൻ പോയപ്പോഴാണ്. അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്, അല്ലാതെ നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നോടത്ത് അത് അബദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പ്രതികരണമുള്ളവനാണ്, ഹയ്യാണവൻ, ജീവനുള്ളവനാണ്, ജീവനാണ്
എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തോടുത്ത സമൂഹം അത് ഉൾക്കൊണ്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതികരണം എന്നത് എക്കാലത്തെയും ലോകത്തെ ഏറ്റവും മികച്ച സംവാദം. അതിന്റെ ശീർഷകം അള്ളാഹുവിന്റെ പ്രതികരണം. അള്ളാഹുവിന്റെ പ്രതികരണം നമ്മോട് കരുണ എന്ന രീതിയിൽ ആവാൻ തൗഫീഖ് അവൻ നൽകട്ടെ. ആമീൻ. ഇനി കാണാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയ പല ഹിക്മത്തുകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിഗ്രഹങ്ങളെ തച്ചുടച്ചു എന്നുള്ള ആ സംഭവം. അതേക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആ സംവാദം നിർജീവ വസ്തുക്കൾ ആരാധിക്കുന്ന സമൂഹത്തോട് BC 2000 ഇബ്രാഹിം നബി നടത്തിയ തൗഹീദിന്റെ സംവാദം എത്ര ആയത്തുകളാ പറയുന്നത്? സൂറത്തുൽ അംബിയാഇന്റെ 59 മുതൽ 68 വരെയുള്ള ആയത്തുകൾ ആ സംവാദത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ ആരാധ്യ വസ്തുക്കളെ ഇങ്ങനെ തച്ചു തകർത്തത് ആരാണ് ഈ പണി ചെയ്തത്? അയാളൊരു വല്ലാത്ത അക്രമിയാണ് കേട്ടോ. ആരാണ് അദ്രോഹി? ഖാലു, അവരിൽ ചിലര് പറഞ്ഞു, സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്നൊരു ചെറുപ്പക്കാരൻ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ട് പോയിരുന്നു, തല്ലാഹി ലഅഖീദന്ന അസ്നാമക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇത് ഞാൻ തല്ലി പൊളിക്കുക തന്നെ ചെയ്യൂന്ന് ഇവിടെ വന്ന് പ്രതിജ്ഞ ചെയ്തു പോയ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കേട്ടിരുന്നു. പേര് ഇബ്രാഹിം എന്നാണ്. അന്ന് അവനെ പബ്ലിക്കിൽ കൊണ്ടുവാ, ജനങ്ങൾ കാണട്ടെ. എല്ലാരും കാണട്ടെ അവനെ. എന്നിട്ടോ ഇബ്രാഹിം നബിയെ കൊണ്ടുവന്നു ചോദിച്ചു, ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, അങ്ങാണോ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ഈ മ്ലേച്ഛമായ പണി ചെയ്തത്? ഇതാരാ തല്ലിപ്പൊളിച്ചത്? മഹാനവറുകൾ പറഞ്ഞു, ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് പ്രതികരണമുണ്ടെങ്കിൽ, ആരാധ്യനാണോ പ്രതികരണം വേണമെന്ന അതതിന്റെ ഒരു മനഃശാസ്ത്രം. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾക്ക് പ്രതികരണം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചോദിച്ചോളൂ. ഇതിലേറ്റവും വലിയ മൂപ്പനായിരിക്കും അതിൽ കൊല്ലാൻ. കാരണം ദേഷ്യം വന്നപ്പോ ഏറ്റവും വലിയ ആരാധ്യ വസ്തു, അതിൽ താഴെയുള്ള ആരാധ്യ വസ്തുക്കളെ തച്ചു തകർത്തതാ. കണ്ടോ, കോടാലി മൂപ്പരുടെ കഴുത്തിലാ കിടക്കുന്നത്. അവിടെ ചോദിച്ചോളൂ, എല്ലാം പറഞ്ഞോളും. പറയാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ ആരാധ്യ വസ്തുവിന്റെ ക്വാളിറ്റിയാണ് അത്. സംസാരിക്കണം, പ്രതികരിക്കണം എന്നത്. പ്രതികരണമില്ലല്ലോ. അപ്പോഴാ അവര് ചിന്തിക്കുന്നത് ആരാധ്യ വസ്തുക്കളായി അവർ കൊണ്ടു നടക്കുന്നതിന് പ്രതികരണ ശേഷിയില്ലല്ലോ എന്നത്. അപ്പൊ ആരാധ്യ വസ്തുവിന് പ്രതികരണ ശേഷി വേണമെന്നത് ആരാധ്യ വസ്തുവിന്റെ നിബന്ധനയാണ്. ഇതൊരു സംവാദമാണ്. ഖുർആൻ എടുത്തു കാണിച്ച ദിഷണാശാലികളുടെ ഏറ്റവും മനോഹരമായ ചിന്തകൾക്ക് വഴിവെച്ച ഒരു ദൈക്ഷണിക സംവാദമാണ്. എത്ര ഇടങ്ങളിലാണ് ഇത് പറയുന്നത്? ഇബ്രാഹിമി ചരിത്രത്തെ ഖുർആൻ എത്ര ഇടങ്ങളിൽ പറയുന്നു? അവിടെ മുഴുവനും മഹാനവറുകൾ നടത്തിയ ഈ ദൈക്ഷണികമായ സംവാദങ്ങൾ എമ്പാടും കാണാം. അല്ലാഹു പ്രതികരണമുള്ളവനാണ് എന്ന നമ്മുടെ പ്രമേയം ഇൻഷാ അല്ലാഹ് അതിലേക്ക് തന്നെ കടന്നു വരുന്നു. അള്ളാന്റെ പ്രതികരണം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രതികരണം കേട്ടോട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. സൂറത്തുൽ അഹ്സാബ്. എന്ത് രസയായത്! അള്ളാഹുവിന്റെ പ്രതികരണം ഇവിടെ പറയുന്നത്. അള്ളാഹ്ക്ക് പ്രതികരണം ഇല്ലേ? ഉണ്ടല്ലോ.
ഞാൻ ചോദിച്ചു അല്ലാഹുവോട്, ഞാൻ ദുആ ചെയ്തു റബ്ബിനോട്, അവൻ എനിക്ക് ഉത്തരം തന്നല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? അവന് പ്രതികരണമുണ്ട്. സൃഷ്ടാവിന്റെ പ്രതികരണം 24 മണിക്കൂർ എന്ന് പറയാൻ പറ്റൂല. അത് മനുഷ്യൻ നിശ്ചയിച്ച ഒരു പീരീഡാണ്. സൃഷ്ടാവിന്റെ പ്രതികരണം ഓരോ സെക്കൻഡിലുമുണ്ട്. ചില പെട്രോൾ പമ്പുകളുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് 24 മണിക്കൂറുമുണ്ടെന്ന്, അല്ലേ? എന്നാൽ ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് അവിടുത്തെ ജോലിക്കാരൻ രാത്രി ഉറങ്ങായിരിക്കും, അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. സൃഷ്ടാവ് ഏത് നേരത്തും സൃഷ്ടിയോട് പ്രതികരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കാം. അതാണ് അവന്റെ സ്വഭാവം. നമ്മൾ ആ സൃഷ്ടാവിനെ മനസ്സിലാക്കിയോടത്ത് പരാജയപ്പെട്ടവരാം. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രഖ്യാപനം പറയുകയാ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അല്ലാഹ്? ആരാണ് അല്ലാഹ്? അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ആരാണ് അല്ലാഹ്? അനാ ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത് അവിടെയുണ്ട് അല്ലാഹ്. അല്ലാഹ് പറയാണ്, ഞാൻ അവിടെയുണ്ട്. അടിമ വിചാരിച്ചു 4 പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിൽ 2 മക്കളുടെ കല്യാണം കഴിഞ്ഞു, ഇനി 2 ആളുണ്ടെന്ന് പറഞ്ഞു. കുറച്ചു മുമ്പ് ഒരു സഹോദരൻ പള്ളിയിൽ വന്നിരുന്നു. 4 പെൺമക്കളാ, രോഗിയാ ഞാൻ, 2 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടു, 2 എണ്ണം കൂടി ഉണ്ട്. അൽഹംദുലില്ലാ. അദ്ദേഹം എന്നോട് പറയുമ്പോ എങ്ങനെ പറഞ്ഞു? അൽഹംദുലില്ലാ, അതൊരു ഐശ്വര്യ, സന്തോഷ, ഖൈറാണ്, സന്തോഷാണ്, വലിയ റാഹത്താണ്. എന്നാലും 2 എണ്ണത്തിനും കൂടി കഴിക്കാൻ വലിയ സന്തോഷം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ആ വൃദ്ധന് ഉറപ്പുണ്ട്. ആ അൽഹംദുലില്ലാ പറയുന്ന കേട്ടറിയാം, ഈ 2 കൂടി കല്യാണം വൃത്തിയായിട്ട് നടക്കും. കാരണം എന്താ? അദ്ദേഹം പടച്ചോൻ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബ് എന്നെ കൈവിടൂല. ആവശ്യമായ പണമല്ലേ, അത് അവന്റെ കയ്യിലുണ്ട്, അവൻ എനിക്ക് സമയാവുമ്പോ തരും, ഒന്നിനും ഒരു തടസ്സമില്ല. ഇങ്ങനെ അള്ളാനെ പറ്റി അങ്ങോട്ട് ഉറപ്പിച്ചോ, അവിടെ ഉണ്ടല്ലോ. നമ്മൾ പകുതിയും അപ്പുറം ഇപ്പുറം കാലോട്ടിക്ക കിട്ടോ, അള്ളാഹു കിട്ടിയാ കിട്ടിയെന്ന് പറയാ, ഇല്ലി പോയി എന്ന് പറയാ. ആ മദ്ഹബില നമ്മള് ഉറപ്പാ. എന്റെ കാര്യം പറയാലോ, എനിക്ക് നിങ്ങൾ അങ്ങനെ ആയിരിക്കൊള്ളുന്നില്ല. എന്റെ കാര്യം എനിക്ക് പറയാലോ, അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ എനിക്ക് വിഷമം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കിട്ടിങ്ങി കിട്ടി, പോയി അത്രേ ഉള്ളൂ. അള്ളാഹു അറിയാം. ഇടയ്ക്ക് അള്ളാഹു എന്നും പറയുകയും ചെയ്യും കേട്ടോ. പക്ഷെ നമ്മുടെ മനസ്സിൽ അള്ള തരൂന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റണില്ല. ഉറപ്പിച്ചോടത്തുണ്ടെന്നാ. ഉറപ്പിച്ചോളൂ. ഉറപ്പിക്കുന്നോടത്ത് ഞാനുണ്ടെന്ന് പറയ നബിയെ. അള്ളാഹിനെ കുറിച്ച് ഉറപ്പിച്ചോളൂ. ഉറപ്പിച്ചോടത്ത് ഞാനുണ്ടെന്ന് പറയ നബിയെ. വഅന മഅഹു ഹീന യദ്കുറുനി, എന്നെ ഓർക്കുന്നോടത്ത് ഞാനുണ്ടെന്ന് പറയ നബിയെ. ഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, മനസ്സിലാണ് ഓർത്തത് എങ്കിൽ ഞാനും ഇവിടെ ഓർത്തിട്ടുണ്ട്. സഭയിലാണ് ഓർത്തതെങ്കിൽ ദക്കർതുഹു ഫീ മലഇൻ ഹും ഖൈറും മിൻഹും, അള്ളാഹനെ ഓർത്തത് ഒരു സഭയിൽ വെച്ചാണെങ്കിൽ അതിലും നല്ല സഭയിൽ മലക്കുകളുടെ കൂടെ വെച്ച് അവൻ നിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയ നബിയേ സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ ഈ കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് അള്ളാഹിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് ഇവിടെ വെച്ച് ഓർത്താൽ, നമ്മെ കുറിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇടത്തിൽ വെച്ച് ഇന്ന നേരത്ത് നമ്മളോർത്ത അതേ നേരത്ത് ഇതിലും നല്ല സഭയിൽ അവൻ നമ്മെ കുറിച്ച് അവിടെ പറയും. കണ്ടോ, എന്നെ കുറിച്ച് അവിടെ പറഞ്ഞു, അവരിത് ഇന്ന ആളുകളാണെന്ന് അവൻ അവിടെ പറയും. അത്രയും പ്രതികരണമാണ്, അത്രയും പ്രതികരണമാണ്. വല്ലാത്ത സെൻസറാ റബ്ബ്. വേഗം ഇവിടെ നമ്മൾ അവനെ ഓർത്ത അതേ സെക്കൻഡിൽ അവിടെ ഓർക്കുവൻ. ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്ക് നബിയെ. ഇത് വെറുതെ പറയല്ല, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്.
ഇവിടെ ഓർത്താൽ അതേ ടൈമിൽ ഇതിലും നല്ല ഒരിടത്തിൽ. ഇവിടെ ഇപ്പൊ നമ്മൾ എത്ര ഫാൻ കറങ്ങിയിട്ടാ, എത്രയോ കഷ്ടപ്പെട്ടിട്ടാ ഈ കസേരകളൊക്കെ ഇട്ട്. അവിടെ കഷ്ടപ്പാടൊന്നുമില്ല, AC ഒന്നുമില്ല, അവിടൊക്കെ വേറൊരു ലോക. അവന്റെ ദർബാറിൽ അവന്റെ മലക്കുകളുടെ കൂടെ എന്തെല്ലാം കാര്യം പറയാനുണ്ട്. അപ്പോഴാണ് മഹലിന്റെ അങ്ങേയറ്റം മോളിപ്പള്ളിയുടെ അവിടെ നിന്ന് നടന്നു വന്ന സഹോദരിനെ കുറിച്ചും സഹോദരനെ കുറിച്ചും ഒക്കെ ഇവിടെ പറയും. അള്ളാഹു പറയും. എവിടെ പറയും? കോടിക്കണക്കിന് മഹാന്മാരായ മലക്കുകളുടെ മുന്നിൽ വെച്ച് പറയും. ആരെ കുറിച്ച് പറയും? ഈ ക്ലാസ്സിലെത്തിയ ഒരു പാവപ്പെട്ട അബൂബക്കറിനെ കുറിച്ച് പറയും. ഈ ക്ലാസ്സിലെത്തിയ ഒരു പാവപ്പെട്ട ഫാത്തിമയെ കുറിച്ച് അവിടെ പറയുമെന്ന് ഞാൻ എന്റെ വക പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പലരോടും ബന്ധം സ്ഥാപിക്കാറുണ്ടല്ലോ. അള്ളാഹുവോട് ബന്ധം സ്ഥാപിക്കൽ എളുപ്പമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞു. പറഞ്ഞേക്ക് നബിയെ, സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവോട് ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാണ്. ഒരാളോട് നമുക്ക് പരിചയമുണ്ട്, പക്ഷെ ബന്ധം ദൃഢമായത് അയാൾക്ക് ആവശ്യമായ നേരത്ത് അന്ന് 50,000 രൂപ നമ്മൾ കൊടുത്തപ്പോഴാ നമ്മളോട് ഇഷ്ടം ഇങ്ങോട്ടുണ്ടായത് എങ്കിൽ ഒന്നും അവിടെ വേണ്ട, ഒന്നും അവിടെ കൊടുക്കണ്ട. അവൻ ഇങ്ങോട്ട് തരും, അങ്ങോട്ട് ചോദിച്ചോളൂ, ബന്ധം കൂടുമെന്ന് പറയ നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. വഇൻ തഖറബ മിന്നി ശിബ്റാ തഖറബതു മിൻഹു ദിറാഅ. ഒരു ചാൺ റബ്ബിനോട് അടുക്കുമ്പോ ഒരു മുഴം അവൻ അടുക്കും, ഒരു മുഴം അടുക്കുമ്പോൾ ഒരു മാറ് അകലം അവൻ അടുക്കും. നടന്നങ്ങോട്ട് ചെന്നാൽ നടന്നു വരുന്ന കാണുമ്പോ അവൻ ഇങ്ങോട്ട് ഓടി വരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ അടുപ്പത്തെ കുറിച്ച്, അവൻ നമ്മൾ വിചാരിക്കുന്നോടത്തുണ്ടെന്ന് പറയുന്നതിനെ കുറിച്ച് ശറഹ് മുസ്ലിമിൽ കാണുന്ന വ്യാഖ്യാനം മഹാനായ ഖാളി ഇയാദ് തങ്ങൾ പറയുന്നത്, ബിൽ ഗുഫ്റാനി ലഹു ഇസ്തഗ്ഫറ. പടച്ച റബ്ബേ പുറത്തു തരണേ എന്ന് പറയുമ്പോഴേക്കും അല്ലാഹു അങ്ങ് പുറത്തു കൊടുക്കും. വൽ ഖബൂലി ഇദാ താബ. തൗബ ചെയ്ത അപ്പ തന്നെ സ്വീകരിക്കും. വൽ ഇജാബത്തി ഇദാ ദഅ. ദുആ ചെയ്താൽ ഇജാബത്ത് അവൻ അപ്പ തന്നെ ചെയ്യും. വൽ കിഫായത്തി ഇദാ ത്വലബൽ കിഫായ. കാശിന് ബുദ്ധിമുട്ടുണ്ടല്ല, ജോലിയും പണിയൊക്കെ കുറവാണല്ല, ഗൾഫിൽ പ്രയാസാണല്ല, നാട്ടിൽ കച്ചവടമല്ലല്ല, ആവശ്യത്തിനുള്ള നീ തരണേന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ അവൻ തരും. ഇതാതിനർത്ഥം. ശറഹ് മുസ്ലിം ഇമാം നബവി രേഖപ്പെടുത്തുന്നത് അങ്ങനെ. അപ്പൊ അള്ളാന്റെ പ്രതികരണം ഒരു വലിയ സംഭവം തന്നെയാണ്. റബ്ബ് പ്രതികരണമുള്ളവനാ. അള്ളാന്റെ പ്രതികരണമാണ് നമ്മൾ ആലോചിക്കേണ്ടതും, അള്ളാന്റെ പ്രതികരണമാണ് അറിയേണ്ടതും. നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറയുന്നതിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു സ്കുറുല്ലാഹ ദിക്റൻ കസീറാ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ദിക്ർ നിങ്ങൾ കൂടുതൽ ചൊല്ലണേ. ദിക്ർ എന്ന് പറഞ്ഞ എന്താ? ദിക്ർ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഓർക്കൽ. ദിക്റിൽ ഫിക്ർ വേണം. ഫിക്ർ എന്ന് പറഞ്ഞ ചിന്ത. ദിക്ർ ചൊല്ലുമ്പോ ഫിക്ർ വേണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ദിക്ർ ചൊല്ലുമ്പോ സ്വാഭാവികമായും എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് ആടും അല്ലേ? എന്താ ആടുന്നത്? ആസ്വദിക്കല. ഞാൻ ഇങ്ങനെ ഈ സ്ലാബ് വാർത്ത് വെച്ചേക്കണ മാതിരി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ദിക്റിയിലതിന് വല്ല രസമുണ്ടോ? രസമുണ്ടോ? ഇല്ല. ദിക്റിന് ഒരു താളമുണ്ട്. ദിക്റിന് ഒരു താളമുണ്ട്. ദിക്റിന്റെ താളത്തിൽ ചൊല്ലിയാൽ അതിന്റെ ഫലം വേറെ. ഹാ ഹീ ഹൂ ഹയ്യുൻ. എന്താ ഈ ഹാ? യാ അല്ലാഹ്. അല്ലാഹ് ആണ് ഹാ. ബില്ലാഹി അഊദു ബില്ലാഹി ഹി ഹു യാ അല്ലാഹു. ഹാ ഹി ഹൂ ഹയ്യുൻ. ഹൂ 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 യാ മൻ ഹൂ. ഹൂ എന്ന് പറഞ്ഞ ഹുവ. ഹുവ. അഹ്മദ് ശിർബാസി, ഈജിപ്തുകാരൻ, അയാൾക്കൊരു കിതാബുണ്ട്.
അൽ അസ്മാഉൽ ഹുസ്ന, പടച്ച റബ്ബിന്റെ ഇസ്മുകൾ. അഹ്മദ് ഷിർബാസി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഈജിപ്തുകാരനായ പണ്ഡിതൻ അഹ്മദ് ഷിർബാസിയുടെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന കിതാബിൽ അള്ളാന്റെ ഇസ്മുകളെ പറയുമ്പോ അതിൽ ഒന്നാമത് പറയുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തിൽ പറയുന്ന റബ്ബിന്റെ ഇസ്മാണ് ഹുവ. ആ ഹുവയാണ് ഹൂ 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 യാ മൻ ഹൂ. എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയാ? ആ റാത്തീബ് എന്ന് പറഞ്ഞ പതിവായി ചൊല്ലുന്ന ദിക്ർ എന്നതിനർത്ഥം. റാത്തീബ് എന്ന് പറഞ്ഞതിനർത്ഥം പതിവായി ചൊല്ലുന്നത് അതിനർത്ഥം. ആര് പതിവായി ചൊല്ലിയത്? ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. ദിക്ർ രണ്ട് തരം, ഒന്ന് ആഫാസിയായ ദിക്ർ, രണ്ട് അൽഫാദിയായ ദിക്ർ. നമ്മളൊക്കെ ചൊല്ലുന്നത് അൽഫാദിയായ ദിക്ർ. അംഫാസിയായ ദിക്ർ നമുക്കറിയില്ല. അംഫാസിയായ ദിക്ർ എന്ന് പറഞ്ഞ ശ്വസനവും നിശ്വാസവും ദിക്റായിരിക്കും. അതെന്തായാലും ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അതിനർത്ഥം ജീവിതം മുഴുവൻ എന്തായിരിക്കും? ഞാനൊരു പെണ്ണിനെ പറയാം. ആ മഹദിയായ പെണ്ണ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഉമ്മ. ആ പെണ്ണിന്റെ പേരാ ഉമ്മാന്റെ പേര് ബിയുമ്മ. പത്രത്തിന്റെ പേര് മറച്ചു വെക്കുന്നില്ല. ചന്ദ്രികാ പത്രം, മലയാളത്തിലെ ചന്ദ്രികാ പത്രം മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിനെ കുറിച്ച് എഴുതി വന്നോടത്തൊരിക്കൽ അതിന്റെ എഡിറ്റോറിയതിൽ എഴുതി ഈ ഉമ്മാനെ കുറിച്ച്. രണ്ട് ത്വരീഖത്തിൽ ശൈഖയാണ്, അല്ലെങ്കിൽ അതിൽ ദിക്റുകൾ സ്വീകരിച്ചു പോകുന്ന ഉമ്മ. 7ഓളം ത്വരീഖത്തുകളുടെ ശൈഖായിരുന്നു എന്ന് പറയപ്പെടുന്ന മഹാനായ അള്ളാന്റെ വലിയ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നോടത്ത് ഉമ്മാനെ പറഞ്ഞ മലയാള പത്രത്തിൽ, സുന്നി മാത്രമല്ല എല്ലാരും വായിച്ച പത്രത്തിൽ അന്ന് എഴുതിയ വരി എന്റെ മനസ്സിലുണ്ട്. ബിയുമ്മ എന്ന മഹദി അവറുകൾ ഉറങ്ങാൻ നേരം ശ്വാസം വിടുന്നത് യാ ഹയ്യോ യാ ഖയ്യൂം ഈ ദിക്ർ ചൊല്ലുന്ന ശബ്ദമായിരുന്നു. ഈ ഉമ്മ ഉറങ്ങുമ്പോ ശ്വസനവും നിശ്വാസവും നടത്താൻ. അംഫാസ് എന്ന് പറഞ്ഞാൽ നഫസിന്റെ ജംആണ്. നഫസ് എന്ന് പറഞ്ഞാൽ ശ്വസനം എന്നാണ്. അംഫാസിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ ശ്വസനത്തിലൂടെയുള്ള ദിക്ർ. മനസ്സിലായോ? അള്ളാന്റെ പേരാണ് ഹൂ 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 യാ മൻ ഹൂ. അള്ളയാണ് ശ്വസനത്തിലും നിശ്വാസത്തിലും അല്ലാഹ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ആലിമുൽ ഗൈബി വശ്ശഹാദ, ആലിം, റഹ്മാൻ, റഹീം. ഇത് മാത്രമല്ല ആയത്തിൽ പറഞ്ഞത്. എത്ര ഹുവ പറഞ്ഞു? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ, പിന്നെയും ഹുവ. സൂറത്തുൽ ഹശർ. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലമാണ് ഈ ഹുവ എന്ന് അഹ്മദ് ഷിർബാസി രേഖപ്പെടുത്തുന്നു. എന്റെ വകയല്ല. അപ്പൊ ദിക്റുകൾ, അല്ലാഹനെ ഓർക്കാനുള്ള ഈ മാർഗങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ഖുർആൻ. അത് ചൊല്ലണം, കൂടുതൽ ചൊല്ലണം. ഏതും ചൊല്ലാം, അംഫാസി തന്നെ വേണമെന്നില്ല. നമുക്കറിയാവുന്നത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദിക്ർ ഇങ്ങനെ കൂടുതൽ ചൊല്ലിക്കോ. യാ അയ്യുഹല്ലദീന ആമനു സ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ദിക്ർ ചൊല്ലിക്കോ എന്നല്ല പറഞ്ഞത്, കൂടുതൽ ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ നിസ്കരിച്ചോ എന്ന് പറഞ്ഞ അഖീമുസ്സലാ ദിക്റൻ കസീറാ. ദിക്റിന്റെ പരിപാടി പറഞ്ഞു കൊടുത്തൊക്കെ കസീറേ ഉള്ളൂ. ദിക്ർ പറയുമ്പോ കസീറ പറയാ, കുറച്ച് പോരാ, കൂടുതൽ ചൊല്ലിക്കോ. എത്രയാ കൂടുതൽ? അതൊരു അളവില്ല. 50,000 ചൊല്ലിന്ന് വെച്ചോ, അതിലും കൂട്ടാൻ പറ്റും അല്ലേ? 1,00,000 ചൊല്ലിന്ന് വെച്ചോ, കൂട്ടാൻ പറ്റുമോ? പിന്നെയും കൂട്ടാൻ പറ്റും.
ദിക്റിന്റെ പരിപാടി കൂടുതലാണ്. മാത്രവുമല്ല വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, പ്രത്യേകം പറഞ്ഞു 2 നേരം, രാവിലെയും വൈകുന്നേരവും സബ്ബിഹൂഹു സുബ്ഹാനല്ലാഹ് ചേർത്തുള്ള ദിക്ർ പ്രത്യേകം ചൊല്ലണേ, പ്രത്യേകം പറഞ്ഞു. ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹ് ചേർത്തുള്ള ദിക്റുകളുടെ ഐറ്റത്തിന് സബ്ബിഹൂഹു പറയാം. സബ്ബിഹ്, തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്. ദിക്ർ കൂടുതൽ ചൊല്ലണേ എന്ന് പറഞ്ഞു. അടുത്ത ആയത്തിൽ പറഞ്ഞു വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹ് ടച്ച് ചെയ്തുള്ളത് കൂടുതൽ ചൊല്ലണേ. എന്താ ഇപ്പൊ രാവിലെയും വൈകുന്നേരം? ഞാൻ പറയാം. ഈ രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞതിന് പ്രത്യേകത ഉണ്ട്. ഈ 2 നേരത്തും പിശാചിറങ്ങും. എവിടെ ഇറങ്ങും? ഭൂമിയിൽ പിശാചിറങ്ങുന്ന നേരാണിത്. രാവിലെ ഒരു അങ്ങാടിയിലേക്ക് ആദ്യം പോകുന്നവൻ നീ ആവല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങാടിയിൽ പിശാച് പതാക നാട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു അങ്ങാടിയിൽ നിന്നും അവസാനം പോരുന്നതും നീ തന്നെ ആവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി. പിശാചിനവിടെ പതാകയുണ്ട്. ഈ ഹദീസ് അവിടെ ഇരിക്കട്ടെ. നമ്മൾ വേറൊരു ഹദീസ് പറയാറുണ്ടല്ലോ, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം പള്ളിയാ സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം പള്ളിയാ, പിശാചിന് ഏറ്റവും ഇഷ്ടം എവിടെയാ? അങ്ങാടി. ഹദീസാണിത്. എന്തുകൊണ്ട്? സുബഹി നിസ്കരിച്ച് വരുമ്പോ തന്നെ ചായക്കട അവിടെ ഉണ്ടാവില്ല. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും, അങ്ങാടിയിൽ കള്ളക്കച്ചവടം, വ്യഭിചാരശാലകൾ, എല്ലാം അങ്ങാടിയിൽ. പള്ളിക്കകത്ത് കച്ചവടം പാടില്ല, ഹറാമാണെന്ന് പറഞ്ഞ മഹാന്മാരായ ഫുഖഹാ ഉണ്ട്. കച്ചവടം പള്ളിയിൽ പാടില്ല. പള്ളി എന്നുള്ളത് ദുനിയാവിനുള്ളതല്ല. ദുന്യവിയായ വർത്താനം പറഞ്ഞ 2 പേരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിയിൽ വെച്ച് പിടികൂടി. ഞാൻ ഓർക്കുന്നു, സ്വഹീഹുൽ ബുഖാരി. എവിടുത്തുകാരാണെന്ന് ചോദിച്ചു. യമനികളാ, മദീനക്കാരായിരുന്നുവെങ്കിൽ പെട്ട ഞാൻ തരുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് പുറത്തുനിന്ന് വന്ന പാർട്ടിയുണ്ട്, ഞാൻ തല്ലണില്ല, തല്ലു കൊടുത്തതിലും വലിയ വർത്താന ആ പറഞ്ഞത്. പള്ളി അങ്ങനെയാണ്. മോശമായ പാട്ട് പാടാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തനാസുദുൽ അശ്ആരി ഫിൽ മസ്ജിദി. പള്ളിക്കകത്ത് മോശമായ പാട്ട് പോലും പാടാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ ഖതീബ് തിബ്രീസ് മിഷ്കാത്തിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ പള്ളിയാവട്ടെ, ഇന്ന് പള്ളിക്കകത്ത് പണിക്ക് വിളിക്കുമ്പോ ഒരു മൂമിനെ തന്നെ വിളിക്കാൻ പരമാവധി നോക്കണം. കാരണം മൂമിൻ അല്ലാത്തവന് ജനാബത്തുണ്ട്. ജനാബത്തുകാരൻ എവിടെ കയറാൻ പാടില്ല? പള്ളി കയറാൻ പാടില്ല. ക്യാമറയായിട്ട് പള്ളിക്കകത്ത് കയറി നിക്കാഹിന് മൂമിനാണെങ്കിൽ അതിന് മതസൗഹാർദ്ദമല്ല പറയേണ്ടതോ. മതസൗഹാർദ്ദമൊക്കെ മതം കളഞ്ഞിട്ടല്ല, സ്നേഹം വേണം. പള്ളിക്കകത്ത് അഭയം കൊടുക്കണം. ആ ഒരു അഭയം കൊടുക്കലല്ലോ ഇത്. ഒരാൾ ഓടിക്കതച്ച് വരാ, അവനല്ലെങ്കിൽ കിടന്നുറങ്ങാൻ ഒരിടമല്ല, വെള്ളപ്പൊക്കം വന്നു, ആകെ താമസിക്കാൻ അവസ്ഥയുള്ള പള്ളിയുടെ മുകളിൽ അവിടെ എല്ലാവരും കയറ്റാം. അത് വെള്ളപ്പൊക്കം വന്നപ്പോഴാണ്, അല്ലാതെ ഫോട്ടോ എടുക്കാനാണോ? നമ്മുടേതായ ആവശ്യങ്ങളിൽ നമ്മൾ പറയുന്ന ന്യായമാണ് ശരിയെന്ന് ചിന്തിക്കുന്നതാണ് അബദ്ധം. ഏതായാലും രാവിലെയും വൈകുന്നേരവും പിശാചിറങ്ങുന്ന സമയം പ്രത്യേകം പറഞ്ഞോ, നിങ്ങൾ ആ സമയത്ത് അല്ലാഹുവിനെ തസ്ബീഹ് കൂടുതലുള്ള ദിക്റുകൾ ചൊല്ലണേ എന്ന് പരിശുദ്ധ ഖുർആൻ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ദിക്ർ ചൊല്ലാൻ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു കൂടുതൽ ചൊല്ലാൻ. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു രാവിലെ വൈകുന്നേരം പ്രത്യേകം തസ്ബീഹ് ചേർത്തുകൊണ്ടുള്ള ചൊല്ലാൻ പറഞ്ഞു. ഞാൻ വിശദീകരിക്കത്. ഇനി മൂന്നാമത്തെ ആയത്ത് എന്ത്? ഇതൊക്കെ ചെയ്തതിന് എന്തുണ്ടാവണമെന്നാ നമ്മുടെ പ്രമേയം എന്താണ്? വിഷയം എന്താണ്? അള്ളാഹു പ്രതികരിക്കണം എന്നല്ലേ? ഇതൊക്കെ ചൊല്ലിയ പടച്ചോൻ പ്രതികരിക്കണം, അതാണ് നമ്മുടെ വിഷയം. ഇതൊക്കെ ചൊല്ലിയാൽ അല്ലാഹു പ്രതികരിക്കണം. കേട്ടോളൂ അടുത്ത ആയത്ത്. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി
ഇലൻ നൂരി വകാന ബിൽ മുഅ്മിനീന റഹീമാ. ഇതൊക്കെ ചെയ്യുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് കരുണ ചൊരിയും. യുസല്ലി അലൈക്കും, നിങ്ങൾക്ക് അവൻ കരുണ ചെയ്യും, പ്രത്യേക സ്നേഹം ഉണ്ടാവും. ഞാനിങ്ങനെ പോരാൻ നേരം എൻ്റെ വീടിന്റെ മുൻവശത്ത് വന്ന് നിന്നപ്പോ വാഹനമെടുക്കാൻ ചാവി എടുക്കാൻ ഞാൻ മറന്നുപോയാൽ 4.5 വയസ്സുള്ള എൻ്റെ മോട് പോയി അത് എടുത്തുകൊണ്ടുവന്ന് എന്നെ സഹായിക്കുമ്പോ ഞാനത് വാങ്ങിയാൽ എനിക്ക് സന്തോഷമുണ്ട്. ആ കുട്ടിയോട് കരുണയുണ്ട്. ഞാനൊന്ന് തലോട്, ചിലപ്പോ ഒന്ന് ചുംബിക്കും. അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ചെരുപ്പ് ഊരിയിട്ടത് അടുക്കളയുടെ ഭാഗത്താണ് എങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇനി ഞാൻ കറങ്ങി പോവേണ്ട. അപ്പോഴും ആ കുഞ്ഞുമോൾ അവിടെ പോയി അത് എടുത്തുകൊണ്ടുവന്ന് എൻ്റെ കാലിലിടാൻ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ എനിക്ക് കുഞ്ഞിനോട് കരുണ തോന്നും. അല്ലേ? നമ്മുടെ കൊച്ചുമക്കള് നമ്മൾ ഇല്ലാത്ത നേരത്ത് ആരോ അവർക്ക് മിഠായി വാങ്ങിക്കൊടുത്താൽ വാപ്പി വന്ന് ഉമ്മി വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കയ്യിൽ പിടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയാൽ നമ്മൾ വൈകി വരുന്ന നേരത്ത് കയ്യിൽ അതും പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് കണ്ടാൽ ആ കുഞ്ഞിനോട് നമുക്ക് കരുണ തോന്നൂലേ? അല്ലാഹുവിനെ നിങ്ങൾ ദിക്ർ ചൊല്ലിയാൽ റബ്ബിന് നിങ്ങളോട് കരുണ തോന്നുമെന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. റബ്ബിന്റെ കരുണ വലുതു തന്നെയാ. അള്ളാന്റെ കരുണയെ നമ്മൾ മാനിക്കണം. കേട്ടോളൂ, അള്ളാഹുവിന്റെ പ്രതികരണം, ഒന്നാമത്തെ പ്രതികരണം അവന് നമ്മോട് കരുണ തോന്നുമെന്നതാ. ഹുവല്ലദീ യുസല്ലി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. അവിടം കൊണ്ട് തീരൂല. വമലായികതുഹു, മലക്കുകളെ അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തു തരണേ, മഗ്ഫിറത്തിന്റെ പദവി കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ എന്ന് നിരന്തരം ഇങ്ങനെ ദുആ ചെയ്യാൻ മലക്കുകൾ അവൻ ഏർപ്പാട് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് റബ്ബിന്റെ കരുണയും മലക്കുകളുടെ ദുആയും കിട്ടുമ്പോൾ ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ, നിങ്ങളുടെ ഇടങ്ങേറുകളിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചം കിട്ടുമെന്ന് എന്റെ വകയല്ല, പരിശുദ്ധ ഖുർആൻ. അല്ലാഹനെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ വകാന ബിൽ മുഅ്മിനീന റഹീമാ, മുഅ്മിനീങ്ങളോട് അവൻ കരുണ ഉള്ളവനാ. റഹീമാ, പ്രത്യേകം കരുണ ഉള്ളവനാ. മുഅ്മിനീങ്ങളോട് പ്രത്യേകം കരുണ ഉള്ളവനാ. റഹ്മാൻ എന്നല്ല പറഞ്ഞത്, റഹീം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? രാവിലെ വൈകുന്നേരവും പ്രത്യേകം ശ്രദ്ധിക്കണം. ദിക്റുകൾ തസ്ബീഹ് ചേർത്തുള്ളത് ചൊല്ലണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം. ഒരു ഹദീസ് കേട്ടോളൂ. ദിക്ർ കൂടുതൽ ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചേർത്ത് ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പിശാച് ഇറങ്ങുന്ന നേരം അതേ നേരത്ത് തന്നെ മലക്കും ഇറങ്ങുന്നുണ്ട്. 2 ഇറക്കമുണ്ട്. നമ്മൾ ആരെ സ്വീകരിക്കുന്നവരാവണം? പിശാചിനെയാണോ മലക്കുകളെ സ്വീകരിക്കുന്നവരാവണം? അതിന് ഹബീബ് പഠിപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി അന്നബി ഹുറൈറ, ഒരു ഹദീസ് കേട്ടോ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, രാവിലെയും വൈകുന്നേരവും ഒരാൾ ചൊല്ലിയാൽ എന്താ ചൊല്ലണ്ടേന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. രാവിലെയും വൈകുന്നേരവും ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത് ചൊല്ലിയാൽ, രാവിലെ വൈകുന്നേരം ചൊല്ലിയാൽ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് ഉണ്ട്, മറ്റു പല കിതാബിലും ഉണ്ട്. എത്ര വട്ടം എന്നറിയുമോ? 100 വട്ടം. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ രാവിലെ 100, വൈകുന്നേരം മഗ്രിബിനോടടുത്തോ ഉടനെയോ 100. അങ്ങനെ 100 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലുന്ന ആള്, അയാള് മഹ്ശറയിൽ വരുമ്പോ അയാൾക്ക് കൊടുക്കുന്ന കൂലി കേട്ടോളൂ. ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി
ഇല്ലാ അഹദുൻ. ഏതൊക്കെ അമൽ ചെയ്ത് വലിയ വലിയ കൂലിയുമായി ആരൊക്കെ വന്നാലും ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 100 വീതം ചൊല്ലിയ ആളുടെ അമലിനോളം ആവില്ല. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ദിവസത്തെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, ഏറ്റവും കൂലിയുള്ള ഇബാദത്താണ് രാവിലെ 100 വട്ടം, വൈകുന്നേരം 100 വട്ടം ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി ഒരാൾ ഇവനേക്കാളും മിടുക്കനായി വന്നെങ്കിൽ ഇവൻ ചൊല്ലിയതിനേക്കാൾ കൂടുതൽ ചൊല്ലിയ ആളായിരിക്കണം. അപ്പൊ ഒരാള് 20 കൊല്ലം ഇത് ഓതിയിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും 10 കൊല്ലം ഓതിയിട്ട് വന്നവനേക്കാളും മുകളിലുള്ള ആള്. അങ്ങനെ ഒരു മാറ്റമല്ലാതെ ഈ വിഷയത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാവിലെയും വൈകുന്നേരവും നല്ല നിരന്തരം ദിക്റുകളിൽ ഏർപ്പെടാൻ, ദിക്ർ ഫിക്റാവാൻ, അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ. അങ്ങനെ ഓർമ്മ വരുമ്പോ ഇങ്ങനെ ആടും ലാ ഇലാഹ. എന്താ ഓർക്ക എളുപ്പല്ലേ? അള്ളാഹു ചെയ്തതൊക്കെ ഇങ്ങനെ ഓർത്താൽ മതി. കണ്ണ് തന്നു, കാത് തന്നു, സൗകര്യങ്ങൾ ആരോടും പറയണ്ട, ഉള്ളിലുണ്ടല്ലോ, നമ്മുടെ മനസ്സാക്ഷിക്കറിയാലോ. അള്ളാഹു അത് തന്നത് നീയാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹ് ചെയ്തു തന്ന 3 അനുഗ്രഹം ഒന്നോർത്തെ. നടന്നാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ഇവിടെ വരെ വരാൻ കഴിഞ്ഞതൊരു അനുഗ്രഹം. അള്ളാഹ് തന്ന വെറും 3 അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് ഒരു 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അറിയാതെ കണ്ണടച്ചു പോകും, അറിയാതെ ആടിപ്പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇതാണ് ദിക്ർ. അല്ലാഹു നസീബാക്കട്ടെ, പടച്ച റബ്ബ് സഹായിക്കട്ടെ.